ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളോട് ഏറ്റവും കൂടുതൽ ഇപ്പം ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് മേറ്റുമാരെ കൂലി അടക്കമുള്ള മെറ്റീരിയൽ ഫണ്ട് എന്നാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരിക. അപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സ് എടുത്താൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഒരു കാര്യമാണ് മേറ്റുമാരെ കൂലി സംബന്ധിച്ച്. അപ്പോൾ മേറ്റുമാരെ കൂലി സംബന്ധിച്ച് ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു തൊട്ട് മുന്നേ, അതായത് അത് സംബന്ധിച്ചുള്ളൊരു വീഡിയോ കുറേ ദിവസം മുന്നാണ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് മെയ് 15 ഉള്ളിൽ വരും എന്നായിരുന്നു. എന്നിരുന്നാൽ പോലും മെയ് ഇന്ന് 25 തീയതിയായി ഡേറ്റ്. അപ്പോൾ 15 ഉള്ളിൽ പോയിട്ട് ഒരു 20 ഉള്ളിൽ പോലും വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഈ മാസത്തിൽ തന്നെ പൈസ കയറും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ എല്ലാ പഞ്ചായത്തിലേക്ക് ഫണ്ട് അയച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. നമുക്ക് ഫണ്ട് നിങ്ങളുടെ ജില്ലയിൽ ഓരോരോ ജില്ലക്കും ഓരോരോ ഫണ്ട് അയക്കുന്നത് വെവ്വേറെ ആളുകളാണ്. അപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച് ജില്ലയിൽ നിന്നാണ് ഫണ്ട് ഓരോരോ പഞ്ചായത്തിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് നൽകുന്നതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലവിൽ ട്രഷറി അക്കൗണ്ടിലേക്കാണ് പൈസ നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ നിലവിൽ നൽകിയിട്ടുണ്ട്. ആ ഫണ്ടൊക്കെ എല്ലാ പഞ്ചായത്തിലേക്കും നൽകിയിട്ടുണ്ട്. അപ്പം ഇത് ഏകദേശം ഒരു 7 ദിവസം, ഒരു 2-3 ദിവസം നിലവിൽ ബില്ല് പ്രിൻ്റ് എടുത്ത് ട്രഷറി സബ്മിറ്റ് ചെയ്താൽ 3-4 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറും. അപ്പോൾ മേറ്റുമാരെ കൂലി മാത്രമാണ് വരുന്നതെന്ന് വെച്ചാൽ മേറ്റുമാരെ കൂലി മാത്രമല്ല വരുന്നത്, വിവിധ സാധന ഘടകങ്ങളുടെ കൂലിയും അതേമാതിരി വിദഗ്ധ കൂലിയും അതേപോലെ അവിദഗ്ധ കൂലിയും സെമി സ്കിൽഡ് വേജസുമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങളെ മേറ്റുമാരെ കൂലി നൽകണം എന്നുള്ള ഇത് പറയുന്നുണ്ട്. അത് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കംപ്ലീഷൻ നൽകാൻ പറ്റുന്ന പ്രവൃത്തികളുടേതാണ്. പിന്നെ മേറ്റുമാരെ കൂലിക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2-3 ഇതാണ് ക്രൈറ്റീരിയയാണ് ഫണ്ട് നൽകുന്നതിൽ പറയുന്നത്. കൂടുതലും ഏറ്റവും ആദ്യം കൊടുക്കേണ്ടതിന് തന്നെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മേറ്റുമാരെ കൂലിയൊക്കെ കിട്ടാനാണ് സാധ്യത കൂടുതൽ. നൽകണമെന്ന് പറയുന്നതിനാൽ മേറ്റുമാരെ കൂലിയൊക്കെ നൽകാൻ സാധ്യതയുണ്ടാകും. നിങ്ങൾക്ക് മുൻ വർഷങ്ങളുടെ ഫണ്ടൊക്കെ കിട്ടാൻ പെൻഡിങ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പഞ്ചായത്തുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക. അപ്പോൾ നിലവിൽ കുറേ കാലങ്ങളായിട്ട് പൈസ കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, ഒരു വർഷമായിട്ടൊക്കെ പൈസ കിട്ടാനുണ്ടെന്നൊക്കെ നമ്മൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ പഞ്ചായത്തുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. അതെന്താ വരാത്തത് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഫണ്ടിന് ഈ വരുന്നതിൽ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളോട് ഉറപ്പ് വരുക. ഇതിൽ എന്തായാലും ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറാനാണ് സാധ്യത കൂടുതൽ. അതിപ്പോൾ ഏകദേശം നാളെ വരുമോ മറ്റന്നാൾ വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് എന്ന് വരുന്ന കറക്റ്റ് അറിയില്ല. എന്നാലും ഒരു 10 ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങളെ പഞ്ചായത്തിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏതായാലും ഫണ്ട് നിലവിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രം അറിയിക്കുന്നത്. വരും, നമ്മൾ നിലവിൽ എന്താ പറയുക ഫണ്ടെല്ലാം എല്ലാ പഞ്ചായത്തിനും നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മേറ്റുമാരെ കൂലി അടക്കമുള്ള കൂലിയാണ് പഞ്ചായത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങളെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. പിന്നെ കുറേ കാലങ്ങളായിട്ട് പെൻഡിങ് ഉള്ളവർ മാത്രം ഒന്ന് പഞ്ചായത്തിൽ ബന്ധപ്പെട്ട് ചോദിക്കുക, ഈ വരുന്നതിൽ എൻ്റെ ഫണ്ട് കയറുമോ കയറില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.